നമസ്കാരം. മെയ് 3 ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുകയാണ്. ചൊവ്വയുടെയും ചന്ദ്രന്റെയും സംഗമം മൂലം മഹാലക്ഷ്മി രാജയോഗം ഉദയം ചെയ്യും. ഈ ഗ്രഹവിന്യാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും ഭാഗ്യവും കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാഗ്യം കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ഈ കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിക്കാരിൽ പ്രത്യേകിച്ചും സൗഭാഗ്യങ്ങൾ നിറയുന്നതായ സമയമാണ്. ഈ സമയം ശുഭകരമായ ദിവസങ്ങൾ തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വരുമാന ഭാവത്തിലാണ്, അഥവാ കന്നിരാശിക്കാരുടെ വരുമാന ഭാവത്തിലാണ് മഹാലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നത്. തന്മൂലം സാമ്പത്തിക കാര്യങ്ങളാണ് അനുകൂലമാവുക. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച വന്ന് ചേരാവുന്നതാണ്. പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നേട്ടങ്ങളിലേക്കും വിജയങ്ങളിലേക്കും നയിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വ്യക്തിബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഐക്യവും ബന്ധങ്ങളിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനമായും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ബഹുമാനം നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പൊതുവിൽ മഹാലക്ഷ്മി ദേവിയുടെ കൃപാ കടാക്ഷത്താൽ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾ പോലും ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനനേട്ടങ്ങൾക്കുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ശരിയായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. വളരെയധികം പ്രയോജനം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള രാശിക്കാരാണ് തുലാം രാശിക്കാർ. ഇവരുടെ കർമ്മഭാവത്തിൽ രൂപപ്പെടുന്നതായ ഈ രാജയോഗം ഇവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് അവസരമൊരുക്കും. അത് തൊഴിൽപരമായ ഉയർച്ചയാകാം, തൊഴിൽ ലഭിക്കുന്നതായ സാഹചര്യമാകാം, പുതിയ തൊഴിൽ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും കടന്നു വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. സ്നേഹം, വ്യക്തിബന്ധങ്ങളും അഭിവൃദ്ധിപ്പെടുന്നതാണ്. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുകയും പല പ്രശ്നങ്ങളും പരിഹരിച്ച്, അത് പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ആസൂത്രണം ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കുകയും തന്ത്രങ്ങൾ വിജയകരമായി തീരുകയും ചെയ്യാം. അത് സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കലാപരമായ മേഖലകളിൽ
പ്രശസ്തി, ആദരവ് വർദ്ധിക്കുകയോ വന്നു ചേരുകയോ ചെയ്യാം. ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ലാഭകരമായി തന്നെ പല കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവർക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ ബിസിനസ് വിപുലീകരണവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും തെറ്റായ ചിന്താഗതി മാറ്റുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും കടന്നു വരും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി രാജയോഗവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പ്രധാനമായും ഈ സമയം മുടങ്ങിക്കിടക്കുന്നതും ചെയ്ത് തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലി സംബന്ധമായി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബപരമായും കാര്യങ്ങൾ അനുകൂലമായി തീരാം. സന്തോഷം വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ബന്ധങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി പ്രകടമാകുന്ന സമയമാണ്. പുരോഗതിക്ക് ഉത്തമമായ സമയമാകുന്നു. പുതിയ പ്രോജക്റ്റുകൾ വരെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സംരംഭകർക്ക് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഏവരും മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം വിജയങ്ങൾ ലഭിക്കുകയോ വിജയങ്ങൾ ആവർത്തിക്കുകയോ ചെയ്യാം. സമൃദ്ധിക്കുള്ള അവസരങ്ങൾ പോലും ഈ സമയം വന്നു ചേരും. സാമ്പത്തികമായ പരാധീനതകളുണ്ട് എങ്കിൽ പോലും ഒരു പരിധിവരെ സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ പുരോഗതിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും വിജയപ്രതീക്ഷ വച്ച് പുലർത്തുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വാക്തർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നതാണ്. അതുമൂലം പ്രശ്നങ്ങൾ വർദ്ധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ രാശിക്കാർ ഏവരും പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിശേഷമാകുന്നു.